ഏവർക്കും സ്പോട്ട് ടോപ്പിയിലേക്ക് സ്വാഗതം. വേൾഡ് കപ്പിനുള്ള ഇന്ത്യൻ T20 ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 15 അംഗ ടീമിനെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 4 റിസർവ് താരങ്ങളും ഇന്ത്യൻ ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട്. മലയാളികളുടെയൊക്കെ സ്വന്തം സഞ്ജു വിശ്വനാഥ് സാംസൺ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഇടം പിടിച്ചു എന്നുള്ളതാണ് എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം. നിലവിൽ ഇന്ത്യൻ ടീമിൽ ഒരു ഡ്രോബാക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഫാസ്റ്റ് ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ന്യൂസിലൻഡ്, ദക്ഷിണാഫ്രിക്ക, അതുപോലെ തന്നെ ഓസ്ട്രേലിയ ഒക്കെ 4 or 5 ഫാസ്റ്റ് ബൗളേഴ്സിനെ സ്ക്വാഡിൽ ഇടം കൊടുത്തപ്പോൾ ഒരു 3 ഫാസ്റ്റ് ബൗളേഴ്സിന് മാത്രമാണ് ഇന്ത്യ പരിഗണിച്ചിരിക്കുന്നത്. അത് വളരെ നിരാശ തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. മത്സരങ്ങൾ നടക്കാനിരിക്കുന്നത് രാവിലെ കൂടി ആണ് എന്നിരിക്കെയാണ് ഇങ്ങനെയൊരു സ്ക്വാഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷേ നമുക്കറിയാം, സെക്കൻഡ് ബാറ്റിങ്ങിലേക്കൊക്കെ വരുമ്പോൾ കൂടുതൽ സ്പിൻ ബൗളേഴ്സിനെ പിച്ച് അനുകൂലിക്കും എന്നുള്ളത് കൊണ്ടായിരിക്കാം കൂടുതൽ സ്പിന്നേഴ്സിനെ കൂടി നമ്മൾ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുൽദീപ്, അതുപോലെ തന്നെ ചഹൽ, അക്ഷർ പട്ടേൽ, ജഡേജ ഒക്കെ നമുക്കൊരു സ്പിൻ ബോളിംഗ് ഓപ്ഷൻസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ടീമിനെയും അതുപോലെ തന്നെ പിച്ചിനനുസരിച്ചായിരിക്കും ഇന്ത്യൻ ടീം പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് സ്പോട്ട് ടോപ്പിയേക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കാം നിലവിൽ ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ടീമിനെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 4 സ്പിൻ ബൗളേഴ്സിനെ വേണമെങ്കിൽ നമുക്ക് സ്ക്വാഡിൽ ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ 4 ഫാസ്റ്റ് ബൗളേഴ്സ്, 3 ഫാസ്റ്റ് ബൗളേഴ്സും ഹർദിക് പാണ്ഡ്യയും നമുക്ക് വേണമെങ്കിൽ ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ ശിവൻ ദുബെയെയും നമുക്ക് വേണമെങ്കിൽ ബോൾ ചെയ്യിക്കാം. അങ്ങനെ നിരവധി ഓപ്ഷൻസ് ഉള്ള ഒരു സ്ക്വാഡാണ് എന്ന നിലയിൽ ഒരു അഡ്വാൻറ്റേജ് ഇന്ത്യൻ ടീമിന് കിട്ടുന്നുണ്ട്. നിലവിൽ നമുക്ക് 11 നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകാൻ പറ്റുന്നത് രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി ഓപ്പൺ ചെയ്തേക്കാം. അതുപോലെ തന്നെ സൂര്യകുമാർ യാദവ് 3-ാം സ്ഥാനത്ത്, മലയാളികളുടെ സ്വന്തം സഞ്ജു സാംസൺ 4-ാം സ്ഥാനത്ത്, ഋഷഭ് പന്ത് 5, അതുപോലെ തന്നെ ഹർദിക് പാണ്ഡ്യ 6, രവീന്ദ്ര ജഡേജ 7 പൊസിഷനിൽ വരാം. കുൽദീപ് 8-ാം സ്ഥാനത്തേക്കും, അതുപോലെ തന്നെ 3 ഫാസ്റ്റ് ബോളേഴ്സ് ആയിട്ടുള്ള ബുംറ, ഹർഷദീപ് സിംഗ്, അതുപോലെ തന്നെ മുഹമ്മദ് സിറാജ് 11 സ്ഥാനത്തേക്ക് വന്നേക്കാം. ഇത് പിച്ചിനനുസരിച്ചും അതുപോലെ തന്നെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചൊക്കെ മാറാം. രോഹിത് ശർമ്മ പറയുന്ന പോലെ തന്നെ ഇത് സെക്കൻഡ് ബാറ്റിങ്ങിലൊക്കെ പോവുകയാണെങ്കിൽ ഒരു ഡ്രൈൻ പിച്ച് ആകുമ്പോൾ കുറച്ചും കൂടെയൊക്കെ സ്ലോ ആയിട്ട് പിച്ച് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് സ്പിന്നേഴ്സിനെ കൂടുതൽ ഉൾപ്പെടുത്താൻ പറ്റും. അവിടെ ഒരു ഫാസ്റ്റ് ബൗളറിനെ നമുക്ക് ഒഴിവാക്കിക്കൊണ്ട് അക്ഷർ പട്ടേലിനെയോ രവീന്ദ്ര ജഡേജയെയോ കുൽദീപിനെയോ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഒരു അഡീഷണൽ ആയിട്ട് ഒരു ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് എക്സ്ട്രാ അവിടെ കിട്ടും. ഇനി നോക്കിക്കഴിഞ്ഞാൽ 4-ാം സ്ഥാനമാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം. ഇവിടെയാണ് സഞ്ജുവിന്റെ സാധ്യതകൾ നമുക്ക് തുറക്കാൻ കഴിയുന്നത്. നിലവിലെ സാഹചര്യത്തിൽ സഞ്ജു 4-ാം സ്ഥാനത്ത് വളരെ മിന്നുന്ന ഫോമിൽ കളിക്കുന്ന ഒരു താരമാണ്. രാജസ്ഥാൻ ടീമിന് വേണ്ടി 4-ാം സ്ഥാനത്ത് ഇറങ്ങിയ ഒരു വിന്നിങ് ഹിറ്റൊക്കെ നടത്താൻ സഞ്ജുവിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ സഞ്ജുവിന്റെ ഈ പ്രകടനം തന്നെയായിരിക്കും നമുക്ക് വേൾഡ് കപ്പിനും ഇന്ത്യൻ ടീം ആഗ്രഹിക്കുന്നുണ്ടാവുക. അപ്പോൾ എന്തായാലും 4-ാം സ്ഥാനം എന്നുള്ളത് T20യെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ളൊരു റോളാണ്. കാരണം നമുക്ക് നോക്കൂ, ചേസിങ്ങിലൊക്കെ നോക്കുമ്പോൾ 4-ാം സ്ഥാനത്ത് ഇറങ്ങുക, അതുപോലെ തന്നെ ഒരു വിന്നി ഹിറ്റ് എടുക്കുക, കൺസിസ്റ്റന്റ് ആയിട്ട് അവിടെ ബാറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിട്ടുള്ള കാര്യമാണ്. ആദ്യ മത്സരങ്ങളിൽ സഞ്ജുവിനെ തന്നെയായിരിക്കും ഇന്ത്യൻ ടീം പരിഗണിക്കുക. അവിടെ വളരെ മികച്ച രീതിയിൽ സഞ്ജുവിന് കളിക്കാൻ കഴിഞ്ഞാൽ ബാക്കിയുള്ള മത്സരങ്ങളിലൊക്കെ ഒരു സ്പോട്ട് ഉറപ്പിക്കാൻ സഞ്ജുവിന് സാധിക്കും എന്നുള്ളതാണ് സ്പോട്ട് ടോപ്പിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ ശിവൻ ദുബെയെയും നമുക്ക് സാഹചര്യങ്ങൾക്കനുസരിച്ച് പരിഗണിക്കാൻ പറ്റുന്ന ഒരു ഓൾറൗണ്ടറാണ്. അപ്പോൾ നിലവിലെ ഒരുപാട് ഓപ്ഷൻസ് ഇന്ത്യൻ T20 സ്ക്വാഡിൽ നമുക്ക് കാണാൻ പറ്റും. ഇത് തന്നെയാണ് T20 സ്ക്വാഡിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത്. എന്താണ് T20 സ്ക്വാഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ? എങ്ങനെയാണ് നിങ്ങൾ ഒരു പ്രെഡിക്റ്റഡ് 11 നിങ്ങൾ കാണുന്നത്? എന്താണ് അഭിപ്രായം? നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.